ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നാലാമത്തെ ഗെയിമിൻ്റെ വീഡിയോ ആണ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇന്ത്യക്കാരനാണ്, താഴെയാണ് എൻ്റെ പേരൊക്കെ കാണാം. എൻ്റെ മേലെ വന്നിട്ടുള്ള ആ രാജ്യം ഏതാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ലൈവിൽ കമൻ്റല്ല, നിങ്ങൾ ലിങ്കിൽ കയറിയിട്ടാണ് ആ ഓപ്ഷൻ ഫില്ല് ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ ഏത് രാജ്യമാണ് എൻ്റെ മുന്നിൽ കളിക്കാൻ വന്നിട്ടുള്ളത്. മേലെ കാണാം ഇവിടെ പേര് സോലോ DS എന്നുള്ളൊരു ഐഡിയിലാണ് അവർ വന്നിട്ടുള്ളത്. 797 അവരുടെ സ്റ്റേജ്. എൻ്റേതാണെങ്കിൽ 761 സ്റ്റേജ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫ്ലാഗ് ഇവിടെ ഞാൻ ചെറിയൊരു മാറ്റം കൊടുത്തിട്ടുണ്ട്, അത് ശരി കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കളി ആരംഭിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നീക്കം നോക്കാം. മൂന്നാമത്തെ നീക്കമാണ് കറക്റ്റ് ആവേണ്ടത്. ഒന്നാമത്തെ ഏത് രാജ്യക്കാരാണ്. രണ്ടാമത്തെ കളി ഞാൻ ജയിച്ചിട്ടുണ്ടോ, തോൽവിയാണോ അല്ല സമനിലയാണോ എന്നാണ് പറയേണ്ടത്. ഓക്കെ, ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് വെച്ചാൽ, നമ്മൾ കളിക്കുന്നത് 10 മിനിറ്റിൻ്റെ കളിയാണ്. അപ്പോൾ നമ്മൾ ഈ കളി 10 മിനിറ്റിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആരാണോ അങ്ങനെ ചെയ്യാൻ പറ്റാത്ത അവരുടെ കളി പരാജയമാണ് അവർക്ക്. അങ്ങനെ വരും ടൈം തീരുകയാണെങ്കിൽ. അപ്പോൾ ടൈം തീരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ചെയ്തിരിക്കണം, എന്നാലേ നമുക്ക് വിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ചിലപ്പോൾ വിജയിക്കാൻ പറ്റും, പക്ഷേ ടൈം നമ്മുടേത് ബാക്കിയില്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ ടൈം നമുക്ക് ആവശ്യമാണ്. 10 മിനിറ്റിൻ്റെ കളിയാണിത്. അപ്പോൾ നമുക്കൊന്ന് കളിച്ച് നോക്കാം. ഇത് ആദ്യം കളിക്കുന്നത് വെള്ളക്കാരാണ്. വെള്ളക്കാരുള്ള ആളുകളാണ് കളിക്കേണ്ടത്. ഇവിടെ നമുക്ക് കാണാമല്ലോ, കറക്റ്റ് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് ചെസ്സിൻ്റെ ബോർഡ് ഉണ്ടാവൽ. ഇതിൽ രാജാവുണ്ട്, മന്ത്രിയുണ്ട്. ഞാൻ സൈഡിൽ നിന്ന് പറയാം, എൻ്റെ ഭാഗത്ത് നിന്ന് പറയാം. ബ്ലാക്കിലുള്ളത് 2 സൈഡിൽ ഏറ്റവും താഴെ കാണുന്നതാണ് തേര്. അത് കഴിഞ്ഞാൽ 2 കുതിരകൾ, ഒന്ന് വെള്ളക്കുതിര പിന്നൊന്ന് കറുത്ത കുതിര. പിന്നെ കാണുന്നത് 2 ആനകളാണ് കുതിരൻ്റെ അങ്ങോട്ട്, ഒന്ന് കറുത്താന ഒന്ന് വെളുത്താന. പിന്നെ രാജാവ്, മന്ത്രി. ഇങ്ങനെയാണ് ഈ കളിയിലെ കരുക്കൾ. മേലെ ഫ്രണ്ടിൽ 8 ആളുകൾ കാണുന്നത് പ്രജകളാണ്. പോൺ എന്നറിയാൻ ഇംഗ്ലീഷിൽ. അപ്പോൾ അത് ഒരു സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് ഇങ്ങനെ അതിന് നീക്കാൻ പറ്റുള്ളൂ. സൈഡിലോട്ടൊന്നും പോകാൻ പറ്റില്ല. ഒരു സ്റ്റെപ്പ് പോകാൻ പറ്റും. ഫസ്റ്റ് 2 സ്റ്റെപ്പ് എടുക്കാൻ പറ്റും. പിന്നെ ഓരോരോ സ്റ്റെപ്പാണ്. വെട്ടുകയാണെങ്കിൽ സൈഡോട്ടാണ്, വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ സൈഡിലേക്ക് ആണ് വെട്ടൽ ഉണ്ടാവുക. അങ്ങനെ വെട്ടിയിട്ടാണ് മറ്റുള്ളവരെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ കുതിര നമ്മൾ പറഞ്ഞിരുന്നു എല്ലാണ്. മന്ത്രിക്കാണെങ്കിൽ തടസ്സം ഇല്ലെങ്കിൽ എത്രയും എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അതായത് പ്ലസ് പോലെ ആയിട്ടും അതുപോലെ ഗുണനച്ചിനുണ്ടല്ലോ അതുപോലെ ആയിട്ടും ഇൻഡുവായിട്ടും പോകാൻ പറ്റും. പക്ഷെ തേരിന് അങ്ങനെയല്ല, സ്ട്രൈറ്റും സൈഡിലായിട്ടും 2 സൈഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. ബാക്കോട്ടും മുന്നോട്ടൊക്കെ വരാം. ആനക്കാണെങ്കിൽ കറുപ്പിലുള്ള ആനയ്ക്ക് കറുത്ത ആ കള്ളിയിലേ പോകാൻ പറ്റുള്ളൂ. വെള്ള ആനയാണെങ്കിൽ വെള്ളയിൽ കൂടി. അപ്പോൾ എന്ത് പോകണമെങ്കിലും തടസ്സമില്ലാതിരിക്കണം അങ്ങോട്ട്. ഇപ്പോൾ നമുക്ക് ഇത് നീക്കി നോക്കാം. അവരുടെ നീക്കത്ര പോരട്ടോ. ആദ്യം നീക്കേണ്ട അങ്ങനെയല്ലായിരുന്നു. കണ്ടല്ലോ, അവർ മാറുന്നുണ്ട് അങ്ങോട്ടുനിന്ന്. ഇതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ലിങ്ക് കാണും. ആ ലിങ്കിലാണ് നിങ്ങൾ കയറിയിട്ട് ഇതിന് ആൻസർ ഇടേണ്ടത്. ഇവിടെ ആ ഒരു കമൻറ്റിൽ കൂടി ഇതിന് ആൻസർ ഇടരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വേണമെങ്കിൽ കമൻറ്റിൻ്റെ അടിയിൽ ഇടാൻ പറ്റും, വീഡിയോൻ്റെ അടിയിൽ. അല്ലാതെ നിങ്ങൾ ഇവിടെ ഇതിൻ്റെ ആൻസറൊന്നും എഴുതരുത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പേര്, പിന്നെ രണ്ടാമത് നിങ്ങളുടെ ചാനലിൻ്റെ പേര് അതവിടെ കൊടുക്കുന്നുണ്ട്. ലിങ്കിലുണ്ട്. അവിടെ നിങ്ങൾ എഴുതാനുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ്, ഇവിടെ ഞാൻ ഏത് രാജ്യത്തിനോടാണ് കളിക്കുന്നുള്ളത് അതിൻ്റെ പേര്, നിങ്ങൾ ആ രാജ്യത്തിൻ്റെ പേരാണ് മേലെ എഴുതുന്നത്. ചിലപ്പോൾ ഇന്ത്യക്കാരനായിരിക്കാം, ഞാൻ ഇന്ത്യക്കാരനാണല്ലോ. അതേപോലെ വന്നവർ ചിലപ്പോൾ ഇതേ രാജ്യക്കാരനാവാം, അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരനാവാം, ഓസ്ട്രേലിയ ആവാം, അല്ലെങ്കിൽ അതുപോലെയുള്ള നിങ്ങൾക്കറിയാലേ ഏത് രാജ്യം എന്ന് നോക്കിയാൽ മനസ്സിലാവും. ചെറിയൊരു അവിടെ ഫ്ലാഗിൻ്റെ ചെറിയൊരു അംശം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അതിനു വേണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ കളിയിൽ വിജയിച്ചിട്ടുണ്ടോ അല്ല സമനിലയാണോ അല്ല പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അതിൻ്റെ ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അത് രണ്ടാമത്തെയാണ്. അവിടെ ഞാൻ കൊടുക്കും. വിന്നാണെങ്കിൽ, വിജയിച്ചതാണെങ്കിൽ വിൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ പരാജയമാണെങ്കിൽ അവിടെ പരാജയം എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. മൂന്നാമത്തത് ഇത് സമനില എന്നാണ്, ടൈ എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ ലാസ്റ്റ് ചെയ്യാനുള്ളത് എത്ര നീക്കം കൊണ്ടാണ് ഈ കളി അവസാനിച്ചിട്ടുള്ളത് എന്നാണ്.
നീക്കം നിങ്ങൾക്ക് നീക്കുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. ആ നീക്കം കറക്റ്റാക്കിയിട്ട് എൻ്റെ നീക്കമാണ്, ഞാൻ താഴെയുള്ള കരുക്കളെ കൊണ്ടാണ് നീക്കുന്നത്. അപ്പോൾ ഓരോന്നിങ്ങനെ നീക്കുമ്പോൾ നിങ്ങൾക്ക് എണ്ണീറ്റ് അവിടെ കണക്കാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഒരു കാര്യം കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ പിന്നെ കഴിഞ്ഞിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എത്ര വീഡിയോ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് നോക്കിയ വീഡിയോൻ്റെ കണക്കവിടെ നിങ്ങൾ എഴുതുക. 1 ആണോ 2 ആണോ അല്ലെങ്കിൽ 3-ൽ കൂടുതലാണോ, അതിൻ്റെയും പിന്നെ ഓപ്ഷൻ അവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, അവിടെ ക്ലിക്ക് അടിച്ചാൽ മതി. അതിൽ നിങ്ങൾക്ക് പിന്നെ ചെയ്തതിന് ശേഷം അങ്ങനെ 6 കാര്യങ്ങൾ ടോട്ടൽ ചെയ്യാനുള്ളത്. ആദ്യം നിങ്ങളുടെ പേര്, ചാനൽ പേര്, പിന്നെ ഏത് രാജ്യക്കാരനോടാണ് ഞാൻ കളിച്ചിട്ടുള്ളത്, പിന്നെ അതിൻ്റെ ഫലം എന്താണ്, റിസൾട്ട്, പിന്നെ 3-മത് പിന്നെ നിങ്ങൾ ഇത് ഈ കളി എൻ്റെത് പിന്നെ എത്ര നീക്കം കൊണ്ടാണ് എന്നുള്ളതാണ്, പിന്നെ എത്ര വീഡിയോ എൻ്റെ ലാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ 1 ആണെങ്കിൽ 1-ൽ ക്ലിക്ക് ചെയ്യുക, 2 ആണെങ്കിൽ 2-ൽ ക്ലിക്ക് ചെയ്യുക, അല്ല 3-ൽ കൂടുതലാണോ നിങ്ങൾ കണ്ടതെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സബ്മിറ്റ് അടിച്ചാൽ എനിക്കത് ലഭിക്കും. ഇതൊന്നും ഫേക്കല്ല. ആരും ഫേക്കെന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും ഫേക്കല്ല. ഒരു പ്രാവശ്യം ഒരാൾക്ക് ഒരു പ്രാവശ്യം അടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചാനലില്ലാത്ത ആണെങ്കിൽ ID-യിൽ കൂടി വരാം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ എന്താക്കണം, ഏതെങ്കിലും ഒരു വീഡിയോ നോക്കിയിട്ട് കമൻറ്റ് ഇട്ടിരിക്കണം. പുതിയ ആളുകളാണെങ്കിൽ, പഴയ ആളുകൾ എന്തായാലും നമ്മളെ വീഡിയോ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കിയാൽ മതി, ആ കമൻറ്റിൻ്റെ അടിയിൽ കൂടി അറിയിച്ചാൽ മതി. ഇവിടെ ഞാൻ പിന്നെ അറിയിക്കാനുള്ള ലിങ്കിലൊന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. അവിടെ ഓപ്ഷൻ വന്ന് കൊടുത്തിട്ടുള്ള ആദ്യം പേര്, പിന്നെ ചാനൽ പേര്, ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുള്ളൂ. ലാസ്റ്റാണ് നിങ്ങൾ എത്ര വീഡിയോ നോക്കിയിട്ടുണ്ട് എന്നുള്ളത്. എന്നിട്ടാണ് നിങ്ങൾ സബ്മിറ്റ് അടിക്കേണ്ടത്. ഇതിലൊരു പിന്നെ ഫേക്കുമില്ല, ഒരു സംശയമുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്താകും ചെയ്താൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആകും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് ആരെങ്കിലും അങ്ങനെ നിങ്ങളെ പേടിപ്പിച്ചതാകും, ഒരിക്കലും അങ്ങനെയില്ല. ഇത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന കുറേ കാലങ്ങളായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ ബൈ. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് നമ്മുടെ വീഡിയോ കണ്ടതിന്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.